നമസ്കാരം. ഇപിയെ CPM കൈവിടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇപിക്ക് പ്രതികൂലമായ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. മുഖ്യൻ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇപിയെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇപിക്ക് BJP തന്നെയാകും ശരണം. അതുകൊണ്ട് BJPയിലേക്കുള്ള ഇപിയുടെ പോക്ക് അതിനത്ര കാലതാമസം ഉണ്ടാകില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ പോകുന്നതെന്ന് ജനങ്ങൾ പറയുന്നു. എന്തായാലും ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള അടുപ്പത്തിൽ EP ജയരാജനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതികരിച്ചു കഴിഞ്ഞു. പാപ്പിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപ്പിയാകുമെന്നുള്ള പരിഹാസ രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇപിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നും പിണറായി വിജയൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ഇത്തരക്കാരുമായുള്ള പരിചയത്തിനപ്പുറത്തുള്ള ബന്ധമോ ലോഹ്യമോ ആവശ്യമില്ലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തെറ്റായ പ്രചാരണങ്ങൾ അഴിച്ചുവിടാറുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ EP വിഷയം ജനങ്ങൾ കാണുന്നത് എന്നുമുള്ള രീതിയിൽ ആ ഒരു ആത്മവിശ്വാസത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സഖാവ് EP ജയരാജൻ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമാണെന്ന് മുഖ്യമന്ത്രി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയതാണെന്നും അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളതെന്നും അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ CPMനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അത്തരം ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്ന് വരുത്തി തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. K സുരേന്ദ്രനാണ് ഇതിന്റെ എല്ലാം വക്താമായി പ്രവർത്തിക്കുന്നതെന്നും അതിൽ അത്ഭുതമില്ല എന്നും എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് BJPയും UDFും പ്രധാനമായും കോൺഗ്രസ് നേതാക്കളും മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപിയുടെ ശ്രദ്ധക്കുറവ് കൂടെ ആയതുകൊണ്ടാണ് ഈ ഒരു വിഷയം പ്രധാന ചർച്ചാ വിഷയമായതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതേസമയം EP വിഷയത്തിൽ കടുത്ത വിയോജിപ്പുകളും അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്നും പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഇപിയെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ചായ കുടിക്കാൻ പോകാൻ ഇപിയുടെ മകന്റെ ഫ്ളാറ്റ് ചായക്കടയല്ല എന്നും ഗൂഢാലോചന എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൽ വലിയ കാര്യമില്ല എന്നും സുധാകരൻ പറഞ്ഞു. EP ജയരാജൻ ജാവേദ്കറുമായുള്ള ചർച്ച CPM BJP ഡീലിംഗിന്റെ ഭാഗമെന്നും കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചിട്ടുണ്ട്. ഡീൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാകാമെന്നും ഡീൽ ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ജാള്യതയിലാണ് എന്നും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഡീൽ നടന്നതെന്നും അതിനെ ജാഗ്രത കുറവെന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാകില്ല എന്നും KC വേണുഗോപാൽ ഇതിനു പിന്നാലെ പ്രതികരിച്ചു. അതേസമയം ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെ നടന്ന കാര്യങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് അടിവരയിട്ടു.